അസുരന്റെ കൈവശമുള്ള സ്വർഗത്തിലേക്ക് എങ്ങനെ വരാൻ തോന്നി? നാരായണ നാരായണ. നമുക്ക് ശത്രുവിന്റെയും മിത്രത്തിന്റെയും അകത്തളങ്ങൾ വരെ പ്രവേശനമുണ്ടല്ലോ. ബന്ധനത്തിലായ അടിയനെ കാണാൻ വന്നതോ അതോ മഹിഷാസുര രാജാവിനെ കാണാൻ വന്നതോ? ആരെയും പ്രത്യേകമായി കാണണമെന്ന് ഉദ്ദേശിച്ചു വന്നതല്ല. ഈ വഴി പോകുമ്പോ ഉർവശി ഒറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ, ഒന്ന് കണ്ട് വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് കരുതി. സുഖമാണോ അപ്സരസിന്? പരമാനന്ദം. നമ്മുടെ ബ്രഹ്മദേവന് വേറെ ഒരു വരവും കൊടുക്കാൻ തോന്നിയില്ലേ ബ്രഹ്മർഷി? അദ്ദേഹം അങ്ങനെ തന്നെയാണ്. വർഷങ്ങളോളം തപസ് ചെയ്തതല്ലേ, എങ്ങനെ പ്രസാദിക്കാതിരിക്കും എന്ന മഹാമനസ്കനാണ്. എന്താണ് പുതിയ വാർത്തകൾ? വിശേഷിച്ചൊന്നുമില്ല. മഹിഷാസുരൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഈ വഴി വന്നത്. വിശേഷം? മഹാമഹിഷാസുരൻ ഒന്ന് പേടിക്കട്ടെ എന്ന് കരുതി. ഒരു പ്രത്യേക വാർത്ത അദ്ദേഹത്തെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് നാരദ മഹർഷി നുണ പറയുന്ന ഏഷണി പറയുന്ന മഹർഷിയാണെന്നാണ്. അടിയനത് വിശ്വസിച്ചിട്ടില്ല. നന്നായി. ഏഷണിയാണെന്ന് വിചാരിച്ചാലും കേട്ടോളൂ. യുദ്ധത്തിൽ മഹിഷാസുരനെ കൊല്ലാനായി ദേവി കാത്യായനി ജാതയായി. എങ്ങനെയാണെന്ന് അടിയന് മനസ്സിലാകുന്നില്ല മഹാമുനെ. പറയാം. വളഞ്ഞ വഴിയാണ്, പക്ഷേ ശക്തിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ത്രീക്ക് മഹിഷാസുരനെ കൊല്ലാൻ കഴിയുമോ? കഴിയണമല്ലോ, കഴിയും. എല്ലാവരും ഉണ്ടായിരുന്നു. ബ്രഹ്മാവ്, ശങ്കരൻ, വൈകുണ്ഠനാഥൻ, അഗ്നിദേവൻ, സൂര്യൻ, അങ്ങനെ എല്ലാ ദേവന്മാരും. അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തരാം. മഹിഷാസുരന്റെ അക്രമത്തിൽ സഹികെട്ട് അവരുടെ മുഖത്തു നിന്ന് മഹത്തായ തേജസ് പുറപ്പെട്ടു. ആ തേജസ് മുഴുവൻ കാത്യായന മുനിയുടെ ആശ്രമത്തിൽ ഒത്തുചേർന്ന് ഒരു കൊടുമുടിക്ക് സമമായി തീർന്നു. അപ്രപ്രതിമമായ തേജസ്സാർന്ന് മഹർഷിയും തേജസ്സിനെ പുറപ്പെടുവിച്ചു. മഹർഷിയിൽ നിന്ന് ആവൃതമായ തേജപുഞ്ചം 1000 സൂര്യന്മാർ ജ്വലിച്ചു നിൽക്കുന്നതിന് സമമായിരുന്നു. അതിൽ നിന്ന് മനോഹര നേത്രങ്ങളോട് കൂടിയവളും യോഗം കൊണ്ട് വിശുദ്ധ ദേഹവുമായ ദേവി കാത്യായനി ജാതയായി. അത്യുച്ചത്തിൽ അട്ടഹാസം മുഴക്കി